തിയറികൾ ലൈഫിൽ സഹായിച്ചിട്ടില്ല? തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും പറയാറുണ്ട്, ഇതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ സ്കൂൾ കോളേജിൽ നിന്നൊരു ഡിസിപ്ലിൻ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഈ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇത് ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് നമുക്കെല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സാധാരണ നമ്മൾ പറയാം കസ്റ്റമർ ഈസ് ദ കിങ്. അതാണ് സാധാരണ ഒരു ബിസിനസ്സിൻ്റെ തിയറിയിൽ പറയാം, കസ്റ്റമർ കിങ് ആണ്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം. തീർച്ചയായും കസ്റ്റമർ അല്ല കിങ്, കസ്റ്റമർ വിൽക്കുന്നവനായിരിക്കണം കിങ് എന്നുള്ളത്. അതുമല്ല, ക്യാഷ് ഈസ് ദ കിങ്. ബിസിനസ്സിൽ കസ്റ്റമർ ഉണ്ടെങ്കിലും നമ്മളുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ശരി, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സുള്ളൂ, ലൈഫുള്ളൂ. ഇപ്പം തന്നെ നിങ്ങളുടെ ചാനൽ, നിങ്ങൾക്കൊരു കമ്പനി വന്നിട്ട് നിങ്ങൾക്ക് ആഡ് തരികയാണ്, 6 മാസത്തേക്ക് നിങ്ങൾ ഓടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് 10 കോടി രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് തരും. ഇവർ ഈ പൈസ തരുന്നില്ലെങ്കിൽ നമുക്ക് സെയിൽസുകാർക്ക് പറയാം ഞങ്ങൾ സെയിലെടുത്തു, ബിസിനസ്സുകാരന് പറയാൻ താണ്ട എൻ്റെ ചാനലിലാണ് ഈ പരസ്യം ഓടുന്നതെന്ന് പറയാം. പൈസ കിട്ടിയില്ലെങ്കിൽ ആരാ ഇവിടെ കിങ്? പൈസയാണ് രാജാവ്. നമുക്കൊരു പുതിയ കൾച്ചർ തന്നെ കൊണ്ടുവരണം. കടം കൊടുക്കരുത്, കടം വാങ്ങിക്കരുത്, കടമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ബിസിനസ്സിൽ ഈ റവന്യൂ അതൊക്കെ പേപ്പറിൽ എഴുതി വെക്കാനേ പറ്റത്തുള്ളൂ. ഇത് കൊണ്ടുപോയി ബാങ്കിലിടാൻ പറ്റില്ല. ബാങ്കിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ, റെൻറ്റ് കൊടുക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം. ബിസിനസ്സിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, ക്യാഷ്.